ഹായ് എവ്രി വൺ, വെൽക്കം ടു വൺ സ്റ്റാർ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം 2012 ജൂലൈ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് question 1, the number of functions which are not 1 on a set A is equal to A, B, C, D. സോ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ട് സച്ച് ദാറ്റ് അത് 1 ആവാണ്ടിരിക്കുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി പവർ കാർഡിനാലിറ്റി ഓഫ് എ, ആൻഡ് നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഈക്വൽ ടു n ഫാക്ടോറിയൽ ആണ്. ഇത് കാർഡിനാലിറ്റി ഓഫ് എ ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ബി ഈക്വൽ ആവുന്ന കേസിലാണ്. വേറെ കേസുകളുണ്ട്, അത് ഞാൻ റിയൽ അനാലിസിസ് ലെക്ചേഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ നമ്മൾ ഫസ്റ്റ് നമ്പർ ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ പവർ കാർഡിനാലിറ്റി ഓഫ് എ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റിലേക്ക് തന്നെയാണ്. സോ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 4/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 256. സോ നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 24. So therefore number of functions which are not 1. So number of functions in the number of 1 functions minus ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് number of functions which are not 1 കിട്ടും. So that is equal to 256 minus 24, that is equal to 232. So next question 2, the domain of the function f of x equal to 1 by square root of modulus x minus x's. So ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. സോ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ എക്സിൻ്റെ വാല്യൂക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കണം. സോ ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ടേമും ഉണ്ട്, ആൻഡ് സെൽഫ് ഫ്രാക്ഷനും ആണ്. സോ സ്ക്വയർ റൂട്ടിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം, ആൻഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവണം. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡൊമെയിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റർ ദാൻ 0 ആവണം. സോ മോഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇത് പോസിബിൾ ഫോർ എക്സ് ലെസ് ദാൻ 0 കേസിലാണ്. ഇപ്പം ഞാൻ എക്സ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുക്കുകയാണ്. സോ എക്സ് ഈക്വൽ ടു 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 - 3 അതെന്ന് പറഞ്ഞാൽ 0 ആണ്. കോൺട്രഡിക്ഷൻ ആണ്, ബിക്കോസ് 0 ഗ്രേറ്റർ ദാൻ 0 അല്ല, 0 ഈക്വൽ ടു 0 ആണ്. ഇപ്പം ഞാനൊരു എക്സ് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു -2 എടുക്കുകയാണ്. സോ മോഡ് ഓഫ് -2 + 2 എടുക്കാം. സോ നമുക്ക് 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ 0. സോ ഏതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഡൊമെയിൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇസ് പോസിബിൾ ഓൺലി ഫോർ എക്സ് ലെസ് ദാൻ 0. സോ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് എക്സ് ലെസ് ദാൻ 0 ആണ് കിട്ടിയിരിക്കുന്നത് ഡൊമെയിന്. സോ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. Next question 3, if n is equal to 100 factorial, then 1 by log n to the base 2 plus 1 by log n to the base 3 plus etc. up to plus 1 by log n to the base 100s. സോ നമുക്ക് എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ലോഗിൻ്റെ പ്രോപ്പർട്ടീസാണ്. ലോഗ് എ ടു ദ ബേസ് ബീനെ നമുക്ക് ഈക്വൽ ടു 1 by ലോഗ് ബി ടു ദ ബേസ് എ. ദിസ് ഇസ് നമ്മുടെ ബേസ് ചേഞ്ചിങ് റൂളാണ്. ആൻഡ് ലോഗ് എ ടു ദ ബേസ് ബി പ്ലസ് ലോഗ് സി ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ലോഗ് എ സി ടു ദ ബേസ് ബി. ഇത് നമ്മൾ സമ്മ് ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെ ലോഗരിതം പ്രോപ്പർട്ടീസ്. ആൻഡ് ലോഗ് ബി ടു ദ ബേസ് ബി ഈക്വൽ ടു 1. ബേസും ഈ ആർഗ്യുമെൻറ്റ് ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ലോഗിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്നത് 1 by log n to the base 2 plus 1 by log n to the base 3 plus etc. up to 1 by log n to the base 100. സോ ഇവിടെ ഞാൻ ഈ ലോഗിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്, ദാറ്റ് ഇസ് ബേസ് ചേഞ്ചിങ് റൂൾ. സോ ദിസ് ഇസ് ഈക്വൽ ടു log 2 to the base n plus log 3 to the base n plus etc. up to log 100 to the base n. ഇവിടെ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ്. സോ ഞാനിപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു log 2 × 3 × etc. up to 100 to the base n.
ഓക്കെ. സോ നമുക്കറിയാം 1 × 2 × 3 × എക്സെട്ര അപ് ടു n ആണെങ്കിൽ അത് n ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ നമുക്ക് 100 ടേംസ് വരെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഫാക്ടോറിയൽ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു log 100 ഫാക്ടോറിയൽ ടു ദ ബേസ് n. ഇപ്പോൾ n നമുക്ക് തന്നിട്ടുണ്ട് എന്താ 100 ഫാക്ടോറിയൽ. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു log 100 ഫാക്ടോറിയൽ ടു ദ ബേസ് 100 ഫാക്ടോറിയൽ. സോ ബേസും ആർഗ്യുമെൻറ്റും സെയിം ആകുമ്പോൾ നമ്മുടെ ലോഗിൻ്റെ വാല്യൂ എന്താ വരുന്നത് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഈസ് ഡി ഓപ്ഷൻ. Next question, question 4. Which of the following subsets in R square is not convex? So തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കോൺവെക്സ് അല്ലാണ്ട് വരാ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 2 ഓപ്ഷൻ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 നിങ്ങൾ ചെയ്ത് നോക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. സോ കോൺവെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെറ്റിൽ നിന്ന് 2 പോയിൻ്റ് എടുത്തിട്ട് ആ 2 പോയിൻ്റ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന രീതിക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ എൻറ്റയർലി ആ സെറ്റിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ കോൺവെക്സ് എന്ന് പറയും. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് നമ്മുടെ സെറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 2 സെറ്റിനെയും വരയ്ക്കുകയാണ്. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 5 ആണ്. സോ നമ്മുടെ ഈ സർക്കിളാണ് വരുന്നത്. ഇൻസൈഡ് പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്, ബിക്കോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സോ ഇതെന്ന് പറയുന്നത് സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെൻറ്റർ 0 0. സോ നമുക്ക് പറയുന്നത് ഈ ബ്ലൂ എന്ന് പറയുന്ന ബൗണ്ടറി മാത്രമേ ഉള്ളൂ, ബിക്കോസ് നമ്മുടെ ബൗണ്ടറി മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. സോ ഈ 2 സെറ്റിൻ്റെ യൂണിയൻ ആണ് നമ്മുടെ കോൺവെക്സ് സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ 2 സെറ്റിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഫുൾ സർക്കിൾ തന്നെയാണ് വരുന്നത് വീണ്ടും. സോ നമ്മൾ ഏത് 2 പോയിൻ്റ് എടുത്താലും ആ 2 പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. സോ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ഞാൻ തേർഡ് ഓപ്ഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് mod x less than or equal to 1, mod y less than or equal to 1, union set of all x y such that 2 less than or equal to x less than or equal to 5, 3 less than or equal to y less than or equal to 5 ആണ്. സോ ഫസ്റ്റ് ഞാൻ ഈ സെറ്റിനെ പ്ലോട്ട് ചെയ്യാണ്. സോ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ആ ലൈൻ എന്ന് പറയുന്നത് ഈ 2 ലൈനാണ്, ഈ 2 റെഡ് ലൈൻസ്. സോ അകത്തുള്ള പോയിൻറ്റ്സ് ഒക്കെ വരും. ആൻഡ് മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈൻസാണ്. ഓക്കെ. സോ നമ്മുടെ എ സെറ്റിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഈ സെറ്റാണ്. ഓക്കെ. ഇപ്പോൾ സിമിലർലി നമ്മളിപ്പോൾ ഈ സെറ്റ് വരയ്ക്കുകയാണ്. സെറ്റ് വരയ്ക്കുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് y ഈക്വൽ ടു 3 വരയ്ക്കുക, y ഈക്വൽ ടു 5 വരയ്ക്കുക. സോ അകത്തുള്ള പോയിൻറ്റ്സും പിന്നെ ഈ ബൗണ്ടറി ലൈൻസും ആണ് നമ്മുടെ y കണ്ടീഷൻ. സോ ആ 2 ചേർന്ന് വരുന്ന റീജിയനാണ് നമ്മുടെ ഈ സെറ്റ് ബി. സോ ആ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയനാണ്, ബി റീജിയൻ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ്. സോ നമ്മുടെ കോൺവെക്സ് ആണെന്ന് തെളിയിക്കുന്ന സെറ്റ് എ യൂണിയൻ ബി സെറ്റാണ്. ഇപ്പോൾ ഞാൻ എ എന്നൊരു പോയിൻറ്റ് ബി എന്നൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഇടയിൽ വരുന്ന ആ ലൈന് ഡസ് നോട്ട് ബിലോങ്സ് ടു ദാറ്റ് സെറ്റാണ്. സോ നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് അല്ല. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് നോട്ട് കോൺവെക്സ്. സോ ബാക്കി 2 നിങ്ങൾ ഇതേപോലെ നിങ്ങൾ വരച്ച് നോക്കിയിട്ട് കോൺവെക്സ് ആണോ എന്ന് നോക്കുക. Next question 10. If A is equal to the 3x3 matrix, then A power 100 minus A power 50 plus A power 25 minus A plus IS. സോ നമുക്കൊരു 3x3 മാട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം അപ്പർ ഡയഗണൽ മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇത് ലോവർ ഡയഗണൽ മെട്രിക്സിനും ഡയഗണൽ മെട്രിക്സിനും സിമിലർ ആണ്.
ആൻഡ് നമുക്കൊരു ഈഗൻ വാല്യൂസ് എ ബി വിത്ത് ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി എം ആൻഡ് ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി എൻ റെസ്പെക്റ്റീവ്ലി ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് given by char equation is equal to x minus a whole power m into x minus b whole power n. തേർഡ് എന്ന് പറയുന്നത് കെയ്ലി ഹാമിൽട്ടൺ തിയറം. സോ അത് പറയുന്നത് എവറി മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ നമുക്ക് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 ആൻഡ് -1 ആണ്. 1ൻ്റെ ആൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആൻഡ് -1ൻ്റെ 1 ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1. നമുക്കറിയാം കെയ്ലി ഹാമിൽട്ടൺ വഴി നമുക്ക് എവറി മെട്രിക് സാറ്റിസ്ഫൈസ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. സോ എ മൈനസ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഐ ഓർ -i ആണ് കിട്ടുന്നത്. സോ ഈ രണ്ടും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ്റെ വാല്യൂ. സോ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഐ ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സീറോ ഡിവൈസർ ഓഫ് Z10? സോ Z10ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സീറോ ഡിവൈസർ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. കെ എന്ന് പറയുന്നത് ഇസെൻ്റെ സീറോ ഡിവൈസർ ആയിരിക്കും ഇഫ് GCD ഓഫ് കെ ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം. സോ നിങ്ങൾ ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഏത് ഓപ്ഷനാണ് GCD നോട്ട് ഈക്വൽ ടു 1 ആവുന്നത് അതായിരിക്കും നമ്മുടെ സീറോ ഡിവൈസർ. സോ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ എനിക്ക് GCD ഓഫ് 5, 10 ഇസ് ഈക്വൽ ടു 2 ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 1. സോ നമ്മുടെ 5 ആണ് സീറോ ഡിവൈസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. ZP എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് P ഈസ് പ്രൈം നമ്പർ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഈ സഫിക്സിൽ വരുന്ന ആ നമ്പർ പ്രൈം ആവുന്നത് അതായിരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ ഡൊമെയിൻ. സോ ഇവിടെ നമുക്ക് 5 മാത്രമേ പ്രൈമായിട്ട് കിട്ടുന്നുള്ളൂ. സോ Z5 ആണ് നമ്മുടെ ഇൻ്റഗ്രൽ ഡൊമെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. ദ ഓർഡർ ഓഫ് ദ എലമെൻറ്റ് 0, 1, 0, 0, 0, 1, 1, 0, 0 ഇൻ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് നോൺ സിംഗുലർ 3x3 മെട്രിക്സസ്. നമുക്കൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് ഓഫ് നോൺ സിംഗുലർ 3x3 മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിപ്പോൾ കോൺസെപ്റ്റ് നോക്കാം. സോ ഓർഡർ ഓഫ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് a⁴n ഈക്വൽ ടു e ആയിരിക്കണം. E എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് നോൺ സിംഗുലർ 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഈ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ നമുക്ക് ഏത് എന്നിനാണ് ഈ മെട്രിക്സ് പവർ n ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നോക്കാം. സോ ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന മെട്രിക്സ് എ ആയിട്ട് എടുക്കുകയാണ്. സോ എ ഇസ് ഈക്വൽ ടു 0, 1, 0, 0, 0, 1, 1, 0, 0. സോ നമുക്ക് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് a⁴n ഇസ് ഈക്വൽ ടു i കിട്ടണം. സോ ഇപ്പോൾ ഞാൻ a² ചെയ്യുകയാണ്. അതായത് 0, 1, 0, 0, 0, 1, 1, 0, 0 ഇൻറ്റു ആ മെട്രിക്സ് തന്നെ 0, 1, 0, 0, 0, 1, 1, 0, 0. ഇത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. സോ ചെയ്യുമ്പോൾ നമുക്ക് i കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ a⁴3 ചെയ്യാണ്. സോ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ നമുക്ക് a⁴3 ഈക്വൽ ടു i കിട്ടിയിട്ടുണ്ട്. സോ ഓർഡർ ഓഫ് ദ എലമെൻ്റ് എന്ന് വെച്ചാൽ 3 ആണ്. Next question 66. Let x is equal to 1, 2, 3, 4, 5 and tau is equal to set of all 5x 1, 2, 3, 2, 3. Then the interior of A is equal to 2, 3, 4, 5 in x tau is. സോ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പോളജി ഡിഫൈൻഡ് ആണ് ടൗ. അങ്ങനെയാണെങ്കിൽ സെറ്റ് എയിൻ്റെ ഇൻറ്റീരിയർ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. സോ ബി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഓഫ് എ ആയിരിക്കും ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കണം. സോ നിങ്ങൾ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സോ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ചെയ്തിട്ടുണ്ട്, ബാക്കി രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. സോ എക്സ് എന്ന് പറയുന്നത് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സോ എക്സ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ അല്ല. ഇപ്പോൾ സെക്കൻഡിൽ സെറ്റ് 2 3. സെറ്റ് 2 3 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണ്. സോ സെറ്റ് 2 3 എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ ആണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ബാക്കി രണ്ട് ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Next question, question 75. Let H be the complex Hilbert space of square summable sequence of complex numbers and let Ej is equal to 0 0 0 1 0 0 0 where 1 occurs in the jth coordinate. If x is equal to 1 2 3 etc up to 100 comma 0 0 0 then sigma j is equal to 1 to infinity modulus inner product s comma EJ modulus square s. സോ നമുക്ക് ഇ ജെയും എക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എക്സിനെ 2 ടപ്പിളും വൈനെ 2 ടപ്പിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് x1 x2 y1 y2 നമ്മൾ ചെയ്യുന്നത് ഈക്വൽ ടു x1 ഇൻറ്റു y1 പ്ലസ് x2 ഇൻറ്റു y2 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഇ ജെ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ ഇ ജെ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് സ്ക്വയർ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ ഇ 1 പ്ലസ് inner product x comma e2 modulus square plus etc up to plus inner product x comma e100 whole square plus inner product x comma e101 whole square plus etc infinite terms ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സും E1ഉം സോ E1 എന്ന് പറയുമ്പോൾ നമ്മുടെ 1th പൊസിഷനിലാണ് 1 വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കാം, മനസ്സിലങ്ങനെ വിചാരിച്ച് നോക്കുക. സോ ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ് കോമ E1 ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. x1 ഇൻറ്റു y1 x2 ഇൻറ്റു പ്ലസ് x2 ഇൻറ്റു y2 പ്ലസ് x3 ഇൻറ്റു y3 അങ്ങനെ പോകും. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇ ജെയിൽ ഫസ്റ്റ് പൊസിഷൻ മാത്രമേ നോൺ സീറോ, അതും 1 ആണ് വരുന്നത്. സോ നമുക്ക് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 0 ബാക്കി എല്ലാ ടേംസും 0 ആവും. സോ എക്സ് E1 നമുക്ക് കിട്ടുന്നത് 1 ആണ് ഹോൾ സ്ക്വയർ. ഇപ്പോൾ എക്സ് E2 സെക്കൻഡ് പൊസിഷനിലാണ് 1 വരുന്നത്. സോ നമുക്ക് 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. സോ നമുക്ക് സെക്കൻഡ് പൊസിഷനിലാണ്. സോ E2 നമുക്ക് 2 സ്ക്വയർ. അതേപോലെ എക്സ് E3 നമുക്ക് 3 കിട്ടും. സോ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. സോ എക്സ് 100 എക്സ് കോമ E100 നമുക്ക് 100 സ്ക്വയർ കിട്ടും. സോ ബാക്കി ടേംസ് എക്സിൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ ബാക്കി ടേംസ് ഒക്കെ നമുക്ക് 0 ആയി പോകും. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് 100 സ്ക്വയർ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.